ഡൽഹിയിലെ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പനമ്പള്ളി നഗറിൽ ചലച്ചിത്ര താരങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ മഹാരാജാസ് കോളേജിലും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ സാംസ്കാരിക പ്രവർത്തകരുൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. നടൻ ജോജു ജോർജ്, സംവിധായകൻ ആഷിഖ് കപൂർ, നടി ശാന്തി ബാലചന്ദ്രൻ, എഴുത്തുകാരൻ NS മാധവൻ, KR മീര എന്നിവരും ഈ മഹാരാജാസിലെ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി പോസ്റ്ററുമായി നടി ഗൗരി കൃഷ്ണയും പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അവർ ആവശ്യപ്പെട്ടത്, അതായത് സമാധാനപരമായ ശബ്ദം കേൾക്കൂ, ജനാധിപത്യമെല്ലാം കേൾക്കുന്നുണ്ടെന്ന പോസ്റ്ററുമായാണ് ഗൗരി സമരത്തിനെത്തിയത്. ഇപ്പോൾ പനമ്പള്ളി നഗറിലും റാപ്പർ വേടൻ ഉൾപ്പെടെയുള്ളവർ ഈ CJPയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ തിയോഫിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ മഹാരാജാസ് കോളേജിലും ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. നിരവധി സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ അതിലും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഈ പനമ്പള്ളി നഗറിലാണ് റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവന്തിക വലിയ കൂട്ടായ്മ, അതായത് നിരവധി കൂട്ടായ്മകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ അവന്തിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാജാസ് കോളേജിലാണ് ആദ്യ ഒരു ഐക്യദാർഢ്യ പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. അത് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിരവധി സാമൂഹ്യ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്, ഈ ഐക്യദാർഢ്യ പരിപാടി നടക്കുന്നത് വേടന്റെ നേതൃത്വത്തിലാണ്. റാപ്പർ വേടനും അതോടൊപ്പം വേടന്റെ സുഹൃത്തുക്കളായ നിരവധി റാപ്പ് ഗായകർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഈ പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തങ്ങളുടെ ഐക്യദാർഢ്യം അറിയിച്ച് ഇവിടുന്ന് മടങ്ങിയവരുണ്ട്. ഇപ്പോൾ 5 മണിക്കാണ് ഇവിടെ പ്രതിഷേധം ആരംഭിച്ചത്. 5 മണിയോടുകൂടി ഈ പനമ്പള്ളി നഗറിലെ സെൻട്രൽ പാർക്ക് ഏറെക്കുറെ യുവ തലമുറയെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. യുവതി യുവാക്കൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിരവധി യുവാക്കളുണ്ട്. ഒപ്പം പ്രതിഷേധവുമായി ഈ റാപ്പർ വേടന്റെ സുഹൃത്തുക്കളായ നിരവധി റാപ്പ് ഗായകർ ഇവിടെയുണ്ട്. ഓരോരുത്തരായി പാട്ടിലൂടെയാണ് പ്രതിഷേധം നടക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധമാണ്, പാട്ടിലൂടെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വലിയ തിരക്ക് ഇവിടെയുണ്ട്. പനമ്പള്ളി നഗറിലെ സെൻട്രൽ പാർക്കും അതിന് സമീപത്തെ വഴിയും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ യുവതി യുവാക്കൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇനിയും ഒരുപാട് പേർ ഇവിടെ എത്തി ഇവർക്ക് ഈ പ്രതിഷേധ പരിപാടിക്ക് വളരെ പെട്ടെന്നാണ് ഒരുപക്ഷെ ഈ പരിപാടി പദ്ധതി ഇട്ടത്. രാവിലെ വേടൻ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്ന തീരുമാനം അറിയിച്ചതോടുകൂടി നിരവധി ആളുകൾ ഇതിലേക്ക് വന്നുകൂടി. ഒപ്പം വേടന്റെ സുഹൃത്തുക്കളൊക്കെ അതിൽ വേടന്റെ സുഹൃത്തുക്കളായ ഗായകരൊക്കെ തങ്ങളുടേതായ രീതിയിൽ അവർ പാട്ടിലൂടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിരവധി പേർ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന് ഈ വേദി, അതായത് വളരെ പെട്ടെന്ന് തന്നെ ക്രമീകരിച്ച ഒരു വേദിയാണ്. ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനായി വലിയ അനുമതി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മിനി ലോറി പോലെ ഒരു വാഹനം തയ്യാറാക്കി അതിലൊരു വേദി ക്രമീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് തിയോഫിൻ, ഈ ജന്തർ മന്ദിറിൽ നടന്ന, അതായത് ഈ സമാധാനപരമായി പ്രതിഷേധിച്ച ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ഈ പോലീസിന്റെ നരനായാട്ടിനെതിരെയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഈ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. CJPക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. ഈ നടൻ ടൊവിനോ അടക്കമുള്ളവർ, അദ്ദേഹം ഒരു കുറിപ്പൊക്കെ പങ്കുവച്ചിരുന്നു. തന്റെ ദേശീയതയെ ചോദ്യം ചെയ്യാൻ വരുന്നവരോട് എൻ്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണ്, എൻ്റെ വിശ്വാസം സമാധാനവും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് താരം. ഇത്തരത്തിൽ നിരവധി പേർ, കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ളവർ, നിരവധി ചലച്ചിത്ര താരങ്ങൾ ഈ CJPയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മഹാരാജാസിലും ഈ പനമ്പള്ളി നഗറിലും ഒക്കെ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും, അതായത് പ്രത്യേകിച്ച് ഈ സമാധാനപരമായ ദിവസങ്ങളോട് നടന്നുകൊണ്ടിരുന്ന ഒരു സമരം അതിലൊരു അക്രമം സൃഷ്ടിച്ചുകൊണ്ട് പോലീസുകാർ പോലും അല്ലാത്ത പോലീസ് വേഷം ധരിച്ച നിരവധി പേർ എത്തി വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയും ഐക്യദാർഢ്യവുമായി എത്തിയ പ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. നാടിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നു. ഒപ്പം CJPക്കും വിദ്യാർത്ഥികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകളാണ് കൊച്ചിയിൽ നടന്നു വരുന്നത്. കൊച്ചിയിൽ 2 പ്രധാന കൂട്ടായ്മകൾ നടന്നു. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാജാസ് കോളേജിലായിരുന്നു 4 മണിയോട് കൂടിയുള്ള ആദ്യത്തെ കൂട്ടായ്മ നടന്നത്. അതിൽ ചലച്ചിത്ര സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ആഷിഖ് കപൂർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ, ജോജു ജോർജ് ചലച്ചിത്ര നടൻ, ഒപ്പം സാഹിത്യകാരി KR മീര, NS മാധവൻ, അങ്ങനെ നിരവധി പേർ മഹാരാജാസ് കോളേജിലെ കൂട്ടായ്മയിലേക്ക് എത്തുകയും വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഒപ്പം ആ വലിയ കൂട്ടായ്മയെ നിരവധി, അതായത് ഇത്തരത്തിലൊരു വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ഈ അതിക്രമത്തിൽ ശക്തമായി യുവതലമുറ പ്രതിഷേധിക്കണം. കേരളത്തിലെ വിദ്യാർത്ഥികളും ആ പ്രതിഷേധവുമായി ഒരുക്കിയ പരിപാടി, അതിനെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകരും ഈ എഴുത്തുകാരും ഒക്കെ അതിനെ അഭിനന്ദിച്ച് സംസാരിക്കുകയും തങ്ങളുടെ ഐക്യദാർഢ്യം വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് കൂടി അറിയിക്കുകയും ചെയ്തു. മഹാരാജാസ് കോളേജിലെ പരിപാടി ഏകദേശം അത് തുടരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പിന്നീട് 5 മണിയോടുകൂടി റാപ്പർ വേടന്റെ നേതൃത്വത്തിലുള്ള ഒരു ഐക്യദാർഢ്യ പ്രതിഷേധ പരിപാടി കൂടി പനമ്പള്ളി നഗറിൽ ആരംഭിച്ചത്. 5 മണിയോടുകൂടി പനമ്പള്ളി നഗറിൽ പ്രതിഷേധം തുടങ്ങുകയും ചെയ്തിരുന്നു. പനമ്പള്ളി നഗറിലെ കൂട്ടായ്മ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പനമ്പള്ളി നഗറിലെ സെൻട്രൽ പാർക്കിന് സമീപം ക്രമീകരിച്ച ഒരു വേദിയിലാണ്, താൽക്കാലിക വേദിയാണ്. ഒരു വാഹനം തയ്യാറാക്കി അവിടെ ഒരു ചെറിയ വേദി ഒരുക്കി ആ വേദിയിലാണ് ഇപ്പോൾ ഈ വേടൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ വേടനോടൊപ്പമുള്ള വേടന്റെ സുഹൃത്തുക്കളായ ഗായകരാണ്, റാപ്പ് ഗായകരാണ് കൂടുതലും ഇതിലെത്തുന്നത്. ഒപ്പം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തകരെത്തിയിരുന്നു, മാധ്യമ പ്രവർത്തകരെത്തിയിരുന്നു. കെ ഷാഹിന ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ പനമ്പള്ളി നഗറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഐക്യദാർഢ്യ പരിപാടിയിൽ നേരത്തെ CK വിനീത്, ഫുട്ബോളറായ CK വിനീത്, അങ്ങനെ നിരവധി പേർ എത്തിയിരുന്നു. ഗായകൻ ആലോഷി നേരത്തെ എത്തി പാട്ടുപാടി ഇവിടെ മടങ്ങിയിരുന്നു. അതിന് പിന്നാലെ നിരവധി പേർ റാപ്പ് ഗായകരൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരായി പാട്ടിലൂടെയാണ് പ്രതിഷേധം. അത് വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ യുവതലമുറ, അതിന് ധാരാളം പേർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ, യുവതലമുറ, ഒരുപക്ഷെ ഒരു ജെൻസി തലമുറയുടെ വലിയൊരു ഒരു പരിച്ഛേദം നമുക്കിവിടെ ഈ പനമ്പള്ളി നഗറിലെ ഈ സദസ്സിൽ കാണാൻ കഴിയും. അവന്തിക. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. CJP പ്രതിഷേധത്തിന് പിന്തുണയുമായാണ് റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പാട്ടുകൾ പാടിക്കൊണ്ട് പ്രതിഷേധ കൂട്ടായ്മ പനമ്പള്ളി നഗറിൽ സംഘടിപ്പിക്കുന്നത്.